എല്ലാവർക്കും നമസ്കാരം. മെക്കാനിക്കൽ മോട്ടോർ വാഹനത്തിലെ ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ചാസിസ് ഫ്രെയിം പരിശോധിക്കുക, ഷോക്ക് അബ്സോർബർ നീക്കം ചെയ്യൽ, പരിശോധന, കൂട്ടിച്ചേർക്കൽ എന്നിവ പരിശീലിക്കുക, സസ്പെൻഷൻ സിസ്റ്റം ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത് പരിശീലിക്കുക എന്നിവയാണ്. ഈ വീഡിയോയുടെ അവസാനത്തോടെ ചാസിസ് ഫ്രെയിം പരിശോധിക്കുക, ബെൻഡുകൾ, ട്വിസ്റ്റുകൾ, ക്രാക്കുകൾ എന്നിവയ്ക്കായി ചാസിസ് ഫ്രെയിം പരിശോധിക്കുക, ഷോക്ക് അബ്സോർബർ നീക്കം ചെയ്യുക, ഷോക്ക് അബ്സോർബർ പരിശോധിക്കുക, ഷോക്ക് അബ്സോർബർ വീണ്ടും സ്ഥാപിക്കുക, സസ്പെൻഷൻ സിസ്റ്റം ലൂബ്രിക്കേറ്റ് ചെയ്യുക എന്നിവ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും. ഇത് ചെയ്യുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ, യന്ത്രസാമഗ്രികൾ, മെറ്റീരിയലുകൾ എന്നിവ നമുക്ക് ശേഖരിക്കാം. ട്രെയിനീസ് ടൂൾ കിറ്റ് ഒരെണ്ണം, പ്ലംബ് ബോബ് ഒരെണ്ണം, ജാക്ക് ഒരെണ്ണം, ചുറ്റിക 1, ഹെവി വെഹിക്കിൾ ഒരെണ്ണം, കോട്ടൺ വേസ്റ്റ് ആവശ്യാനുസരണം, ചോക്ക് ആവശ്യാനുസരണം, ബുഷ് ആവശ്യാനുസരണം, ഓയിൽ ആവശ്യാനുസരണം, ഗ്രീസ് ആവശ്യാനുസരണം, സോപ്പ് ഓയിൽ ആവശ്യാനുസരണം, ക്ലീനിങ് സോൾവെന്റ് ആവശ്യാനുസരണം. ചാസിസ് ഫ്രെയിമിൽ ക്രാക്സും വലിയ കേടുപാടുകളും ഉണ്ടോ എന്ന് പരിശോധിക്കുക. എന്തെങ്കിലും വലിയ കേടുപാടുകൾ കണ്ടെത്തിയാൽ റിപ്പയറിനായി ചാസിസ് ഫ്രെയിം അയയ്ക്കുക. ബെൻഡുകളും ട്വിസ്റ്റുകളും ഉണ്ടോ എന്ന് ചാസിസ് ഫ്രെയിം പരിശോധിക്കുക. നിർമ്മാതാവിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നിരപ്പാക്കിയ തറയിൽ ഒരു ഡയഗ്രാം മാർക്ക് ചെയ്യുക. ഡയഗ്രാമിൻ്റെ തറയിൽ ഫ്രെയിം വയ്ക്കുക. തറയിലെ ഫ്രെയിമിൻ്റെ ഡയഗണലും ഇൻലൈൻ മെഷർമെൻറ്റും പരിശോധിക്കുക. ഫ്രെയിം ബെൻഡോ ട്വിസ്റ്റോ ആയാൽ സൈഡ് മെമ്പർ, ക്രോസ് മെമ്പർ, പോയിന്റുകൾ, ഫ്ലോർ ഡയഗ്രാമുകൾ യോജിക്കില്ല. കണ്ടെത്തിയ ഡീവിയേഷൻ നിർമ്മാതാവിൻ്റെ നിർദ്ദിഷ്ട പരിധിയേക്കാൾ കൂടുതലാണെങ്കിൽ അറ്റകുറ്റപ്പണികൾക്കായി ഫ്രെയിം അയയ്ക്കുക. യൂണിഫോം ഹൈറ്റ് ഹോസ് സപ്പോർട്ടിൽ ഫ്രെയിം വയ്ക്കുക. ഫ്ലോർ ഡയഗ്രാമുമായി ഇത് യോജിപ്പിക്കുക. പ്ലംബ് ബോബ് പോയിന്റിൻ്റെ നിലത്ത് സ്പർശിക്കുന്നതിന് പ്ലംബ് ബോബ് പോയിന്റിൻ്റെ മാർക്കുകൾ ഉണ്ടാക്കുക. പ്ലംബ് ബോബ് സ്പർശിക്കുന്ന ഡയഗ്രാം അടയാളപ്പെടുത്തി ഒരു ഡയഗ്രാം ഉണ്ടാക്കുക. പ്ലംബ് ബോബിൻ്റെ ഡയഗ്രാം നിർമ്മാതാവിൻ്റെ ഡയഗ്രാമുമായി താരതമ്യം ചെയ്യുക. ഒരു പ്ലംബ് ബോബ് ഉപയോഗിച്ച് വ്യത്യസ്ത സ്ഥലങ്ങളിൽ തറയിൽ നിന്ന് ഫ്രെയിമിൻ്റെ ഉയരം അളക്കുക. ഉയരവും ഫ്രെയിം ചുരുങ്ങലും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് അറ്റകുറ്റപ്പണികൾക്കായി അയയ്ക്കുക. ബോൾ പീൻ ഹാമർ ഉപയോഗിച്ച് അടിച്ച ഫ്രെയിമിൻ്റെ റിവറ്റുകൾ പരിശോധിക്കുക. അയഞ്ഞ റിവറ്റുകൾ മങ്ങിയ ശബ്ദം നൽകും. റിവറ്റുകൾ മാറ്റുക, അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾക്കായി ഫ്രെയിം അയയ്ക്കുക. ഹാങ്ങർ ബ്രാക്കറ്റ് ഹോളുകൾ, റിവറ്റ് ഹോളുകൾ, ക്രോസ് മെമ്പർ മൗണ്ടിംഗ് പോയിന്റുകൾ എന്നിവയിൽ നിന്ന് ചാസിസ് വിള്ളലുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഒരു സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക വെൽഡിംഗ് സാങ്കേതികയാണ് ക്രാക്ക് റിപ്പയർ. ഷോക്ക് അബ്സോർബർ നീക്കം ചെയ്യൽ. ഫ്രണ്ട് റെയർ വീലുകൾ ചോക്ക് ചെയ്യുക. ആക്സിലിനെ പിന്തുണയ്ക്കുന്ന സ്പ്രിംഗ് പാഡിന് കീഴിൽ ജാക്കുകൾ വയ്ക്കുക. വീലുകൾ നിലത്ത് വീഴുന്നത് വരെ വാഹനം ജാക്ക് ചെയ്യുക. ഷോക്ക് അബ്സോർബർ പിടിച്ച് മുകളിൽ നിന്നും താഴേക്കും മൗണ്ടിംഗ് ബ്രാക്കറ്റ് സ്പ്രിംഗ് പാഡിൽ നിന്ന് ഷോക്ക് അബ്സോർബർ മൗണ്ടിംഗ് ബോൾട്ട് നീക്കം ചെയ്യുക. മുകളിൽ ഒരു സ്പേസർ ഉപയോഗിച്ച് മൗണ്ടിംഗ് ബ്രാക്കറ്റിൽ നിന്ന് ഷോക്ക് അബ്സോർബർ നീക്കം ചെയ്യുക. ഷോക്ക് അബ്സോർബറിൻ്റെ പരിശോധന. ഉപയോഗശൂന്യമെന്ന് കണ്ടെത്തിയാൽ പരിശോധിക്കുകയും മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുക. ഷോക്ക് അബ്സോർബർ റബ്ബർ ബുഷസ് മാറ്റി സ്ഥാപിക്കുക. ഓയിലിൻ്റെ കംപ്രഷനും ലീക്കേജും ഉണ്ടോ എന്ന് ഷോക്ക് അബ്സോർബർ പരിശോധിക്കുക. ഷോക്ക് അബ്സോർബറിൻ്റെ ഇൻസ്റ്റലേഷൻ. മുകളിലെ സ്പേസുകൾക്കൊപ്പം ഷോക്ക് അബ്സോർബറും പിടിക്കുക. ഷോക്ക് അബ്സോർബർ പിടിച്ച് ബ്രാക്കറ്റിൽ മൗണ്ടിംഗ് ബോൾട്ടുകൾ മുറുക്കുക. ഒരു സ്പ്ലിന്റ് പിൻ ഉപയോഗിച്ച് നട്ട് ലോക്ക് ചെയ്യുക. വാഹനത്തിൽ നിന്ന് ജാക്കുകൾ നീക്കം ചെയ്യുക. വാഹനത്തിൻ്റെ ബോഡി കൈകൊണ്ട് അമർത്തി ഷോക്ക് അബ്സോർബർ പ്രവർത്തനം പരിശോധിക്കുക.
സസ്പെൻഷൻ സിസ്റ്റം ലൂബ്രിക്കേറ്റ് ചെയ്യുക. വാഹനത്തിൻ്റെ ലൂബ്രിക്കേഷൻ പോയിന്റുകൾ തിരിച്ചറിയുക. കോട്ടൺ തുണി ഉപയോഗിച്ച് ലൂബ്രിക്കേഷൻ പോയിന്റുകൾ വൃത്തിയാക്കുക. ഗ്രീസ് നിപ്പിൾസിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഗ്രീസ് നിപ്പിൾസിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അവ മാറ്റി സ്ഥാപിക്കുക. ലൂബ്രിക്കേഷൻ പോയിന്റുകളിൽ ഗ്രീസ് പുരട്ടാൻ പവർ ഓപ്പറേറ്റ് ഗൺ ഉപയോഗിക്കുക. സസ്പെൻഷൻ ലൂബ്രിക്കേഷൻ പോയിന്റുകൾക്കായി നിപ്പിൾ ഗ്രീസ് ഉപയോഗിക്കുക. ഷാക്കിൾ പിന്നിൽ ഗ്രീസ് ഗൺ ഘടിപ്പിക്കുക. ഗ്രീസ് ഗൺ പമ്പ് ചെയ്ത് പഴയ ഗ്രീസ് എല്ലാ ഷാക്കിൾ പിന്നിൽ നിന്ന് പുറത്തു വരുന്നതുവരെ നിപ്പിൾ പോയിന്റ്സ് ഗ്രീസ് ചെയ്യുക. മേൽപ്പറഞ്ഞ നടപടിക്രമം അനുസരിച്ച് ഹാങ്ങർ പിൻ, നിപ്പിൾ പോയിന്റ് എന്നിവ ലൂബ്രിക്കേറ്റ് ചെയ്യുക. പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ യൂണിവേഴ്സൽ ജോയിന്റ് ലൂബ്രിക്കേറ്റ് ചെയ്യുക. ഫ്രണ്ട് വീൽ CV ജോയിന്റ് ലൂബ്രിക്കേറ്റ് ചെയ്യുക. എല്ലാ ലൂബ്രിക്കേറ്റഡ് പോയിന്റുകളും വൃത്തിയാക്കി മിച്ച ഗ്രീസ് ഉണ്ടെങ്കിൽ തുടച്ചു മാറ്റുക. ഗ്രീസിംഗ് പോയിന്റുകൾ ഇനി പറയുന്നവയാണ്: ടൈ റോഡ് എൻഡ്, സ്റ്റേർട്ട് പിസ്റ്റൺ റോഡ് ബുഷിംഗ്, CV ജോയിന്റ്, സ്റ്റബ് ആക്സിൽ, വീൽ ബെയറിംഗ്. സ്റ്റിയറിംഗ് കേബിൾ ലൂബ്രിക്കേഷൻ, ബ്രേക്ക് ലിങ്കേജ്, ഫ്രണ്ട് സ്റ്റഡ്സിൻ്റെ ബുഷ് സെറ്റ്, ഗിയർ ഷിഫ്റ്റ് ലിങ്കേജ്, ക്ലച്ച് പെഡൽ ലിങ്കേജ്, യൂണിവേഴ്സൽ ജോയിൻസും സ്ലിപ്പ് ജോയിൻസും, ബ്രേക്ക് കാലിപ്പർ യൂണിറ്റ്, ഡോർ ഹിഞ്ചുകളും ലോക്കുകളും, വാട്ടർ പമ്പ് ബെയറിംഗ് ആൻഡ് സ്റ്റിയറിംഗ് ലിങ്കേജസ്. ഈ വീഡിയോയിൽ ചാസിസ് ഫ്രെയിം ദൃശ്യപരമായി പരിശോധിക്കുക. ബെൻഡുകൾ, ട്വിസ്റ്റുകൾ, ക്രാക്കുകൾ എന്നിവയ്ക്കായി ചാസിസ് ഫ്രെയിം പരിശോധിക്കുക. ഷോക്ക് അബ്സോർബർ നീക്കം ചെയ്യുക. ഷോക്ക് അബ്സോർബർ വീണ്ടും പരിശോധിക്കുക. ഷോക്ക് അബ്സോർബർ വീണ്ടും സ്ഥാപിക്കുക. സസ്പെൻഷൻ സിസ്റ്റം ലൂബ്രിക്കേറ്റ് ചെയ്യുക എന്നിവ നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.